നാഷണൽ ഹൈവേ 66 ദേശീയപാത നിർമ്മാണം 2025 ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കുമ്പളങ്ങിയിൽ നടത്തിയ ടൂറിസം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരമ്പരാഗത ടൂറിസം നടപ്പിലാക്കുന്നതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിലെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് പോലുള്ള പദ്ധതികൾക്കും രൂപം നൽകുമെന്നും മന്ത്രി. NH66 ദേശീയപാത യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിൽ ടൂറിസത്തിന് അനന്തമായ സാധ്യതകളാണ് തുറക്കുന്നതെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കേരളത്തിൽ ടൂറിസം ഉൽപ്പന്നങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് സർക്കാർ ശ്രമമെന്നും ഇതിന്റെ ഭാഗമാണ് കാരവാൻ ടൂറിസം, സീപ്ലെയിൻ, ഹെലി ടൂറിസം എന്നിവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CPIM ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് കേരളം വിനോദസഞ്ചാര ഭൂപടത്തിൽ എന്ന വിഷയത്തിൽ കുമ്പളങ്ങിയിൽ നടത്തിയ ടൂറിസം സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. റൂറൽ ടൂറിസം പദ്ധതി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യം ഫലപ്രദമായി മുന്നോട്ട് വന്ന ഒരു പ്രദേശം കൂടിയാണ് കുമ്പളങ്ങി. ഇന്ന് ചീനവല കൊച്ചിയിലെ ഒരു മുഖ്യ ആകർഷണമായി മാറിയിട്ടുണ്ട്. കേരളം അതിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ സഞ്ചാരികളെ അടക്കം വലിയ നിലയിൽ ആകർഷിക്കുന്ന പ്രദേശമാണ്. ഈ നിലയിൽ കേരളത്തിന്റെ സഞ്ചാര ചരിത്രം വികാസം പ്രാപിക്കുകയാണ് ചെയ്തത്. കേരളത്തിന്റെ ടൂറിസ്റ്റ് മാപ്പ് എടുത്ത് പരിശോധിച്ചാൽ അതിന്റെ പ്രധാന കേന്ദ്രം ഒരു സംശയമില്ല കൊച്ചിയാണ്. നെടുമ്പാശ്ശേരി എയർപോർട്ടുണ്ട്, പോർട്ടുണ്ട്, മറ്റ് സൗകര്യങ്ങളുണ്ട്. എല്ലാ നിലയിലും കൊച്ചിയാണ് കേരളത്തിന്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രം. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. എൻ്റെയും നിങ്ങളുടെയും പഞ്ചായത്തിലും പ്രദേശങ്ങളും ഒട്ടേറെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ. നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രം വികസിക്കണം? ഈ സ്ഥലങ്ങൾ വികസിപ്പിക്കണമെങ്കിൽ സർക്കാർ ഫണ്ടിങ്ങോടുകൂടി മാത്രം നടന്നുകൊള്ളണമെന്നില്ല. ഇനി സർക്കാർ ഫണ്ടിങ് ആണെങ്കിൽ തന്നെ ടൂറിസം വകുപ്പ് മാത്രം ഫണ്ട് ചെയ്താൽ നടക്കില്ല. 1000-ഓളം ഗ്രാമപഞ്ചായത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പും ടൂറിസം വകുപ്പും കൈകോർക്കുകയും MLA ഫണ്ട് ഉൾപ്പെടെ ചേർത്ത് പിടിക്കുകയും സ്വകാര്യ നിക്ഷേപത്തെ ഉൾപ്പെടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നിലയിലേക്കുള്ള ഒരു പദ്ധതി. ആ പദ്ധതിക്ക് ടൂറിസം വകുപ്പ് 60% ഫണ്ട് വിനിയോഗിക്കും. 40% ടൂറിസം വകുപ്പിൽ ലാഭമാണ്. 40% ത്രിതല പഞ്ചായത്തിന് വിനിയോഗിക്കും. ആ പദ്ധതിയുടെ പേരാണ് ഡെസ്റ്റിനേഷൻ ചാലഞ്ച്. ഓരോ ഗ്രാമപഞ്ചായത്തിനും ആ ഗ്രാമപഞ്ചായത്തിലെ ഇതുപോലെ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ ഒരു പദ്ധതിയായി, ഒരു പ്രൊജക്റ്റായി മുന്നോട്ട് വെച്ചാൽ ഒരു കമ്മിറ്റി അത് പരിശോധിച്ച് ക്വാളിറ്റി നോക്കിയതിന് ശേഷം അതിനെ തെരഞ്ഞെടുക്കും. അതിന് 60% തുക ടൂറിസം വകുപ്പ് കൊടുക്കും. ബാക്കി 40% ഗ്രാമപഞ്ചായത്തിനും ബ്ലോക്ക് പഞ്ചായത്തിനും ജില്ലാ പഞ്ചായത്തിനും ഒക്കെ നൽകുക. ഈ ഡെസ്റ്റിനേഷൻ ചാലഞ്ച് പദ്ധതി ഇപ്പോൾ തന്നെ 42 പുതിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ഗ്രാമങ്ങളിൽ അവതരിപ്പിക്കാൻ ഇതിലൂടെ നമുക്ക് സാധിച്ചു. MLA KJ മാക്സി ചടങ്ങിൽ അധ്യക്ഷനായി. പ്രൊഫസർ KV തോമസ് വിഷയം അവതരിപ്പിച്ചു. കേരളത്തിൽ ഇന്ത്യക്ക് മാതൃകയായ ദേശീയപാത 60ഉം 70ഉം അതോടൊപ്പം തന്നെ മേൽപ്പാലങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് അതിവേഗത്തിൽ പോകുക ഒരു വലിയ സംഭവമാണ്. ഇന്ത്യയിൽ നടക്കുന്ന ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസമായിട്ട് കേരളത്തിലെ ദേശീയപാത വരിക. ടൂറിസം സംരംഭകൻ ജോസ് ഡൊമിനിക്, ഉത്തരവാദിത്വ ടൂറിസം CEO രൂപേഷ് കുമാർ, CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ്, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ PA പീറ്റർ, KM റിയാദ്, TV അനിത, KS അരുൺകുമാർ, ഏരിയ സെക്രട്ടറി KS രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. Nakshatra Gold and Diamonds. Online delivery available all across India.